ഗൈസ്, ഈ കൊച്ചു എളുപ്പാങ്കാലത്ത് ഈ ഭാർഗവ നിലയത്തിലെ കോട്ട് വിട്ട് നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ? അതെ, ഇതാണ് ശരണ്യ ബസ്. ഇതിൽ കയറി നമ്മൾ എറണാകുളത്ത് പോകാനുള്ള പരിപാടിയാണ് ഗൈസ്. മഴ ഒരു രക്ഷയുമില്ല കേട്ടോ. അപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾ അവിടെ സ്റ്റോപ്പിൽ പോയി നിൽക്കാൻ പറഞ്ഞു. നേരെ വണ്ടി എടുത്ത് വിട്ട് ഗൈസ്. സോ നമ്മൾ വണ്ടി ഭദ്രമായിട്ട് അണ്ണൻ്റെ കടയിൽ വെച്ചിട്ട് നടന്ന് ഗൈസ്, മഴയിൽ നനഞ്ഞ്. അപ്പോൾ നമ്മൾ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആരുമില്ലാത്തത് കൊണ്ട് വളരെ VIP യാത്രയാണ് ഗൈസ്. ഇതെന്താ DJ പാർട്ടിയോ? ഫുൾ കളർഫുൾ കണ്ടപ്പോഴേക്കും എൻ്റെ കണ്ണ് മുന്നിൽ ചുറക്കം വന്നു ഗൈസ്. ഒന്ന് ഉറങ്ങിയണിച്ചപ്പോഴേക്കും എറണാകുളം എത്തി ഗൈസ്. പക്ഷേ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ ഇവിടെ നിന്നും പോകണം. ഇപ്പം പൈപ്പ് ലൈനിലാണ് നിൽക്കുന്നത്. ഇവിടെ ഫുള്ള് മെട്രോ പണിയും കാര്യങ്ങളാണ്. അപ്പോഴേക്കും കൊണ്ട് വിശക്കുന്ന ഗൈസ്. ഒന്നും നോക്കില്ല, 2 മസാല ദോശ വടാക്കി മേടിച്ച് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കണം. അപ്പോഴാണ് എൻ്റെ കാലിനൊരു മുറിവുണ്ടായിരുന്നത്. അതായത് പ്രീവിയസ് ഡേയിൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നേ. അതിങ്ങനെ പാൻറ് ഒഴിഞ്ഞിട്ട് വേദനിക്കുന്നത്. അവിടെ ഒരു ബാൻഡേജ് ഒട്ടിച്ച് അതങ്ങ് ക്ലിയർ ചെയ്ത് ഗൈസ്. ഇവിടെ നിന്ന് നടക്കാൻ പറ്റത്തില്ല കേട്ടോ. ഫുള്ള് മെട്രോ വർക്ക് നടക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ പൊത്ത് ചാടി പോകേണ്ടി വരും ഗൈസ്. പിന്നെ വന്ന വണ്ടിയിൽ ചാടി കയറി അവിടുത്തെ കാഴ്ചകളും കണ്ട് നേരെ നമ്മുടെ ഡെസ്റ്റിനേഷൻ പിടിക്കാനുള്ള പരിപാടിയാണ് ഗൈസ്. നേരെ എത്താതെ വീട്ടിൽ വന്ന് മൂത്തുമ്മായെ കണ്ടിട്ട് ഇനി മൂത്താപ്പയെ കാണാനുള്ള പരിപാടിയാണ്. ഇക്കാക്കൻ്റെ വീട്ടിലാണ് മൂത്താപ്പ ഉള്ളത്. മൂത്താപ്പായിട്ട് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ജുമായിക്കുള്ള സമയമായി. അങ്ങനെ പിന്നെ നേരെ പള്ളിയിലേക്ക് വിട്ടു. ഇതാണ് പടമുകൾ പള്ളി ഗൈസ്. അങ്ങനെ ഗൈസ് പള്ളിയും കഴിഞ്ഞ് നേരെ ഇത്താത്തൻ്റെ വീട്ടിൽ വന്ന് നല്ല അടിപൊളി ഊണ് കഴിച്ചു. ഇത്താത്ത സ്പെഷ്യൽ. അങ്ങനെ ഊണും കഴിച്ച് കുറച്ച് നേരം വീട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഇനി നേരെ ട്രിവാൻഡ്രം പിടിക്കണം. പോയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതാണ്.